Hello friends, welcome to the channel. Now we will discuss three types or category of credit card you must have in your wallet. That is, three type of credit card you have credit card details. That is, credit card types of credit card, fuel credit cards, shopping credit cards, travel credit cards, types of credit card. Now, these three categories mostly credit card. That's lifetime free card, normal joining charge, annual charge, credit card, premium credit cards, type credit cards. So, these three categories actually credit card correct word correct smart oil benefit type of credit cards. Subject channel subscribe bell icon press notification Instagram and Facebook description channel Amazon check out subscribe support friends share Instagram page available page follow option message chata. Apo namukku video il kirakam. Apo three category three type of category. Onnamate category nu parayunnathu shopping aanu. Shopping category aanu. Apo shopping category il main aayittu venda rendu credit card aanu Amazon card allenge Flipkart card. Apo Amazon card nu parayumbol Amazon ICICI credit card. Apo ningalku ariyum ningal oru Amazon user aanenge ningalude kayil endayilum venda oru card aanu nammade Amazon ICICI card. Adayithu namukku 5% cashback namukku kittunnundu prime member aanenge. Adapole thanne nammal Amazon il endu ubhayikkumbol namukku cashback kittunnundu. പിന്നെ ബാക്കിയെല്ലാ അതർ ട്രാൻസാക്ഷനും നമുക്ക് 1% ക്യാഷ്ബാക്ക് കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡ് കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് യൂസർ ആണെങ്കിൽ അപ്പോൾ നമ്മളും നമ്മുടെ ഇന്ത്യയിൽ മെയിനായിട്ട് ഫ്ലിപ്കാർട്ടും ആമസോണും ആണല്ലോ മെയിനായിട്ട് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഷോപ്പിംഗ് സൈറ്റ് ഉള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അത് മെജോറിറ്റി ആൾക്കാർക്ക് ചാർജബിൾ ആയിട്ടാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാൻ നമുക്ക് 5% ഫ്ലിപ്കാർട്ടിൽ ക്യാഷ്ബാക്ക് കിട്ടുന്നുണ്ട്. 4% അവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ അതായത് PVR അതുപോലെ തന്നെ മിന്ത്രയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതിനും 1.5% നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 500 രൂപ ജോയിനിങ് ചാർജും ജോയിനിങ് ചാർജും ആനുവൽ ചാർജും വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് അതിന് എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത കാർഡാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ എന്തായാലും ഉണ്ടാവേണ്ട 2 കാർഡുകളാണ് ഈ 2 കാർഡുകൾ കേട്ടോ. അപ്പോൾ നിങ്ങളിതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കില്ല. നിങ്ങൾ എന്തായാലും ഇത് ഏതെങ്കിലും ഒരെണ്ണം അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും ഇന്ത്യയിൽ, എന്താ ഉറപ്പത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഷോപ്പിംഗ് കാർഡായിരുന്നു. രണ്ടാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് HDFCയുടെ കാർഡാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ എവിടെ പോയാലും HDFCയുടെ കാർഡിന് ഭയങ്കര ഓഫറാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ ഷോറൂമിൽ പോയിക്കോട്ടെ, റിലയൻസിൻ്റെ ഷോറൂമിൽ പോയിക്കോട്ടെ, ഓൺലൈൻ ആയിക്കോട്ടെ, എല്ലാത്തിനും HDFCയുടെ കാർഡിന് കൊടുക്കാത്ത ഓഫറാണ് 10%, 15%. ഇപ്പോൾ ആപ്പിളിൻ്റെ സ്റ്റോറിൽ ഏത് നേരം HDFCയുടെ കാർഡിനും ഏത് നേരം ഓഫറാണ്. അപ്പോൾ നിങ്ങളൊരു കയ്യിലൊരു HDFCയുടെ കാർഡ് ഇപ്പോൾ എടുത്ത് പറയാനും നോക്കുകയാണെങ്കിൽ മില്യൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അവരൊക്കെ ഇപ്പോൾ മണി ബാക്ക് കാർഡ് അതുപോലെ EMI കാർഡുകൾ കുറേ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത കാർഡുകളാണ്. പക്ഷേ ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം എൻട്രി ലെവൽ കാർഡാണ്. അത്യാവശ്യം കൂടുതൽ ആൾക്കാർക്ക് അപ്രൂവ് ആവുന്ന ഒരു കാർഡ് അതാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മില്യനെ കാർഡ് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. 999 ചാർജ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് 5% ക്യാഷ് ബാക്കും സംഭവങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ HDFCയുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മൾ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്നെങ്കിൽ ഫ്യൂവൽ അല്ലെങ്കിൽ ട്രാവൽ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഫ്യൂവൽ കാറ്റഗറിയിൽ ഞാൻ എന്തായാലും പറയാൻ പോകുന്നത് നമ്മുടെ IDFCയുടെ ഫസ്റ്റ് പവർ ക്രെഡിറ്റ് കാർഡാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്നൊരു തൽക്കാലം ഇപ്പോഴത്തെ ഒരു ഫ്യൂവൽ കാർഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ SBIയുടെ BPCL കാർഡ് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സിസിൻ്റെ IOCL ഭയങ്കര മോശമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ക്യാപ്പിംഗ് 50 രൂപ കിട്ടുള്ളൂ. എല്ലാത്തിനും ഈ ക്യാപ്പിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ SBIയുടെ കാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മാസം 100 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. അതിന് ക്യാപ്പിംഗ് ഉണ്ട്. അതിലാണ് ശരിക്കും ആക്ച്വലി IDFCയുടെ പവർ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഡിഫറൻസ്. അതിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 10,000 വരെ നമുക്ക് ലിമിറ്റ് ഉണ്ട് ക്യാപ്പിംഗ്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി HPCL പമ്പിൽ നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അതൊരു നല്ല കാർഡാണ്. നമുക്ക് എൻട്രി ലെവൽ കാർഡ് തന്നെയാണ്. 500 രൂപ ജോയിനിങ് ചാർജ് ആനുവൽ ചാർജ് വരുന്നൊരു കാർഡ് തന്നെയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഈ കാർഡുകളുടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ആപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് അപ്ലൈ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് വിത്തൗട്ട് പ്രൂഫുകൾ. അപ്പോൾ
ഇതാണ് 3 കാറ്റഗറി. ഇപ്പോൾ ട്രാവൽ കാർഡുകൾ കാറ്റഗറി പറയുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾക്ക് മേക്ക് മൈ ട്രിപ്പിൻ്റെ ICC കാർഡ് കയറിയും കുറച്ചുകൂടി നല്ലത്. അത്യാവശ്യം ഹോട്ടൽ ബുക്കിങ്ങിനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ബുക്കിങ്ങിനും സംഭവത്തിലൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഈ 3 കാറ്റഗറി നിങ്ങളുടെ കയ്യിൽ എന്തായാലും വേണം. ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഇല്ലാത്തവർ നമ്മുടെ താഴെ നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് താഴെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2ാമത്തെ ചാനൽ കാണാത്തവരെ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിലാണ്. ബൈ.